ഹലോ, നമ്മൾ മുൻപും ഒരുപാട് കേക്കിൻ്റെ വീഡിയോസും ഡെക്കറേഷൻസ് വീഡിയോസും ഇതുപോലെയുള്ള ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ക്ലാസ് എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസാണ്, 2 പേരാണ് ഉള്ളത്. ഒന്ന് നമ്മൾ കണ്ണൂർ തന്നെ സെഞ്ച്വറി ഷോപ്പിൻ്റെ ഓണറിൻ്റെ വൈഫായിരുന്നു, പിന്നെ വേറെ അങ്ങനെ 2 പേരുണ്ടായിരുന്നു, തസ്നീമും അങ്ങനെ 2 പേരുണ്ടായിരുന്നു. അപ്പം ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവർക്ക് പോയതിന് ശേഷം കുറേ തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും കാരണം കൊണ്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ട്, സോറി. അപ്പം ഒരുപാട് നമ്മൾ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് കുറേ എൻക്വയറീസ് വരാറുണ്ട്, ബേക്കിംഗ് ക്ലാസ്സിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറേ ആൾക്കാരായിട്ട് നമ്മൾ ഗ്രൂപ്പും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ട് ആർക്കെങ്കിലും ക്ലാസ്സിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫോണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. കേക്കിൻ്റെ സ്പഞ്ച് തൊട്ടിട്ട് കേക്ക് ഐസിങ്, ഫ്ലവേഴ്സ്, ഫോണ്ടൻറ്റിൽ പേരെഴുതുന്നത്, സ്റ്റാമ്പിൽ പേരെഴുതുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. എൻ്റെ അടുത്തുള്ള ഓൾമോസ്റ്റ് ടൂൾസ് വെച്ചിട്ടുള്ള ഡിസൈൻസും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അല്ലാതെ ജസ്റ്റ് കേക്കിൻ്റെ സ്പഞ്ച് പറഞ്ഞു കൊടുക്കുക, ഐസിങ്ങിന് ക്രീം ബീറ്റ് ചെയ്യുന്നത് മാത്രം, അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്ത് ബാക്കിയെല്ലാം ഒതുക്കി കെട്ടിയിട്ട് എന്താ പറയുക, പറ്റിക്കുന്ന രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കാറില്ല. അത് നമ്മളെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരുടെ ഹാപ്പിനെസ്സും ഒക്കെ നമ്മൾ വീഡിയോസും പോസ്റ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫുൾ പഠിച്ചിട്ട് തന്നെയാണ് അവർ തിരിച്ചു പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ഹാപ്പിയാണ് എനിക്ക് അവരുടെ ഫീഡ്ബാക്ക് കേൾക്കുന്ന സമയത്തും. ഒരു കസ്റ്റമറിന് നമ്മൾ കേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റുഡൻസ് തരുന്ന ഫീഡ്ബാക്കും കിട്ടുന്ന സമയത്ത് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് ഇതുവരെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫോണ്ടിൻ്റെ ഡിസൈൻ ചെയ്യുന്നതൊക്കെ നമ്മൾ യൂട്യൂബിൽ പല ടൈപ്പിലായിട്ട് കാണിക്കാറുണ്ട്. ടെഡീസ്, ഫോണ്ടൻസിലെ യൂണിക്കോണ്, ഫ്ലവേഴ്സ്. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഫോണ്ടൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക, ആ ഫോണ്ടൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ളതാ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ആ ഒരു ഫ്ലവേഴ്സിനെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ രീതിയിലോട്ടേക്ക് മാറ്റണമെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ സേഫ് ആക്കാം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ആ ഫ്ലവേഴ്സ് കട്ടർ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യലും മാത്രമല്ല, ആ ഫ്ലവേഴ്സിനെ ആ ഒരു ഷേപ്പിലോട്ടേക്ക് മാറ്റാനും അത്യാവശ്യം റിസ്ക് ഉണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടൂൾസ് വെച്ചിട്ടും എക്സ്പ്ലെയിൻഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന വേസ്റ്റഡ് ആയിട്ടുള്ള പല ഐറ്റംസ് വെച്ചിട്ടും എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാമെന്നും ഓരോ ഫ്ലവേഴ്സിനും വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ അത് കട്ട് ചെയ്തെടുക്കാമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഒരുപാട് നിസ്സാരമായിട്ട് വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് പോലും ഡിസൈൻ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുന്നത്. അത് ഓഫ്ലൈൻ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയാലും ഓൺലൈൻ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയാലും 2 പേരും എനിക്ക് ഒരുപോലെയാണ്. അല്ലാതെ ഓഫ്ലൈൻ പഠിച്ചാൽ മാത്രമേ പെർഫെക്റ്റ് ആക്കാൻ പറ്റൂ എന്നൊരാളും നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഒരാളും പറയില്ല. ക്ലാസ്സിൽ ചേരാത്ത ആൾക്കാർ വേണമെങ്കിൽ പറയാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഓഫ്ലൈനായിട്ടായാലും ഓൺലൈനായിട്ടായാലും എങ്ങനെയായാലും പഠിപ്പിക്കുന്നത് ഒരാളാണ്, പഠിപ്പിക്കുന്ന രീതി ഒന്നാണ്, പഠിപ്പിക്കുന്ന മെത്തേഡ്സ് ഒന്നാണ്. ഒന്ന് നേരിട്ട് വന്ന് പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെയായാലും പഠിപ്പിക്കുന്നത് ഒരാളാണ് കേട്ടോ. ആ ഒരു രീതിയിൽ തന്നെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ, ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടും കാര്യമുള്ളൂ. അതായത് നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കണം, അതുവഴി ക്യാഷ് ഉണ്ടാക്കണം, അതൊരു ജീവിത മാർഗ്ഗമായിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ വീട്ടിൽ സമയം കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിക്കോട്ടെ, എന്തായാലും മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്തും പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും മനസ്സറിഞ്ഞ് പഠിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അല്ലാതെ ജസ്റ്റ് പഠിക്കുക, ജസ്റ്റ് ഉണ്ടാക്കുക ആ ഒരു രീതിയിലല്ല. ഒന്ന് പഠിച്ചെടുക്കാം എന്ന് ചിന്തിച്ച് വന്നാൽ പോലും പ്രൊഫഷനായിട്ട് മാറ്റിയ ഒരു സ്റ്റുഡൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് വീട്ടിലെ കുട്ടികൾക്കും ഫാമിലീസിലും മാത്രം ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മാഷാ അല്ലാഹ് ഇപ്പോൾ അവർ അത്യാവശ്യം പ്രൊഫഷണലായിട്ട് പുറത്തോട്ടേക്ക് പോലും ചെയ്ത് കൊടുക്കുന്ന ലെവലിലോട്ടേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, പല കാര്യങ്ങളും പല ടൂൾസും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫോണ്ടൻറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കളറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ കളേഴ്സും, ഒരു കളേഴ്സ് മാത്രം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന രീതി, 2 കളേഴ്സ് മിക്സ് ചെയ്യുന്നത്, പൗഡർ കളേഴ്സ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കളേഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഫോണ്ടൻറ്റിൽ കൊടുക്കുന്ന ക്ലൗഡ്സ്, ഫോണ്ടൻറ്റ് ഡിസൈൻസ്, ഫ്ലവേഴ്സ്, എന്തിനു പറയുന്നത്, നമ്മളെ പേര് പോലും ഫോണ്ടൻറ്റിൽ കൊടുക്കുന്ന പേര് പോലും എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും തിരിച്ചയക്കുന്നത്. അപ്പം അവർക്ക് ചില ആൾക്കാർ പറയുന്നത് സ്പഞ്ച് തൊട്ടേ പഠിക്കണം, ചില ആൾക്കാർ പറയുന്നത് സ്പഞ്ച് അത്യാവശ്യം അറിയാം, ഐസിങ്ങിന് ക്രീമിൻ്റെയാണ് ഭയങ്കര ലൂസായിട്ട് പോകുന്നത്, അപ്പോൾ ക്രീം തൊട്ടിട്ട് മതി, ഡിസൈൻസും അങ്ങനെയുള്ള ഐറ്റംസും ഫുള്ളും വേണമെന്ന് പറയും. അപ്പോൾ ഓരോരുത്തർക്കും ആർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മളെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് ക്ലാസ് ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എങ്ങനെയാണോ ആ ക്ലാസ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ക്ലാസ് ഏത് രീതിയിലോട്ടേക്ക് മാറ്റണം എന്ന് പോലും നമ്മൾ ചിന്തിക്കുക. ചില ആൾക്കാർക്ക് ഇതുപോലെ കേക്കിൻ്റെ മെഷർമെൻറ്റ് പോലും കറക്റ്റ് അറിയാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ കറക്റ്റ് അറിയാത്ത ആൾക്കാർക്ക് അതെങ്ങനെ അളവ് ചെയ്തെടുക്കണം, ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കണം എന്ന് ഒരിക്കലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഇതുപോലെ ടാപ്പ് ചെയ്യാതെ വേണം വടിച്ചെടുക്കാൻ. അതിൻ്റെ അളവ് അത് കൃത്യമായിരിക്കണം. ചില ആൾക്കാർക്ക് കപ്പ് അളവായിരിക്കാം, ചില ആൾക്കാർക്ക് മെഷർമെൻറ്റ് അളവായിരിക്കാം, അതായത് വെയിൻ സ്കെയിലായിരിക്കാം. അപ്പോൾ പല ആൾക്കാരും പല രീതിയിലാണ്, കൂടുതൽ ആൾക്കാരും കപ്പളവിലാണ് വരാറുള്ളത്. അപ്പോൾ ഈ കപ്പളവ് വാങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കപ്പിലും പല സൈസിലും പല അളവിലാണ് വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ കേക്കും പല ടൈപ്പിലോട്ടേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഓരോ അളവും കൃത്യമായിട്ട് മൈന്യൂട്ടായിട്ടുള്ളതായാലും നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ. പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഉപരി അവരെ കൊണ്ട് പല നോട്ട്സും എഴുതിക്കും. കാരണം അവർക്ക് എല്ലാം നമ്മുടെ മൈൻഡിൽ നിൽക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നോട്ട്സ് എഴുതിച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്തിട്ട് മാത്രമേ അതിൻ്റെ ബാക്കി നെക്സ്റ്റ് കാര്യങ്ങളിലേക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള അളവുകളെക്കുറിച്ചും മെഷർമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും സ്പഞ്ച് ഡീറ്റെയിൽസും അതെങ്ങനെയാണ് അളന്നെടുക്കേണ്ടതെന്നും അതൊക്കെ ക്ലിയർ ആക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ടിന്നിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ ടിൻ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓരോ KGക്കും ഓരോ തരത്തിലാണ് നമ്മൾ ടിന്ന് യൂസ് ചെയ്യുന്നത്. ഒരു ടിന്ന് തന്നെ പല ടൈപ്പിലായിട്ടുണ്ട്. ഒന്ന് ടോൾ ആയിട്ടുള്ള ടിന്നുണ്ട്, ഒന്ന് അധികം ഹൈറ്റ് ഇല്ലാത്ത ടിന്നുണ്ട്, പിന്നെ നല്ല പരന്ന ടിന്നുണ്ട്. നമ്മൾ 1 kgക്ക് 8 അല്ലെങ്കിൽ 7 എന്നെടുക്കാൻ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ പല കേക്കും ഇപ്പം മോഡലായിട്ട് ചെയ്യുന്ന കേക്കിൽ 1 kgക്ക് 6ൻ്റെ 2 ടിന്നിൽ ബേക്ക് ചെയ്ത് നല്ല ടോൾ ആയിട്ടുള്ള കേക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കേക്ക് ചെയ്യുമ്പം ഏതൊക്കെ ടിന്നാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടിന്ന് യൂസ് ചെയ്തിട്ട് എത്ര KGs ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറയാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സ് മാത്രമല്ല നമ്മൾ വാങ്ങുന്നത്. ഫ്ലവേഴ്സിൻ്റെ കൂടെ എക്സ്ട്രാ ഫിറ്റിങ്സിന് ഡിസൈൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പല ഐറ്റംസ് നമ്മൾ വാങ്ങാറുണ്ട്. പല സൈസിലുള്ള ഫ്ലവേഴ്സ്, പല സൈസിലുള്ള ലീവ്സ്, പല മോഡൽസിലുള്ള ലീവ്സ്, പിന്നെ സ്റ്റെംസ്, അങ്ങനെ പല ഐറ്റംസ് വാങ്ങാറുണ്ട്. അപ്പോൾ അതും ഡീറ്റെയിൽസ് പറയും. പിന്നെ നമ്മൾ കേക്ക് മാത്രമല്ല ഡമ്മീസിലും എങ്ങനെയാണ് കേക്ക് ചെയ്യേണ്ടത്, ഡമ്മീസിൽ എങ്ങനെ ചെയ്താലാണ് പെർഫെക്റ്റ് ആവുക, ഡാമേജ് പറ്റാതെ എങ്ങനെയാണ് നമ്മൾക്ക് ഡമ്മി കേക്ക് ഡെലിവറി ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ, നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒരുപാടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം. ക്ലാസ്സിന് വരാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ്സിന് വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോസിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ അല്ലെങ്കിൽ സ്ക്രീനിന് മുകളിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കോൺടാക്റ്റ് ചെയ്യേണ്ടത് കോളല്ല, വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. കോള് പെട്ടെന്ന് എടുക്കണം, ചാൻസ് കുറവാണ്. കുറേ ആൾക്കാരുടെ കോൾസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാണാത്ത സമയത്ത് തിരിച്ച് വിളിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടാണ് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ നമ്മൾ പണ്ടത്തെ കേക്ക് ബേക്കറി സ്റ്റൈലിൽ പോലെ പുറമേ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടുക, ഒരുപാട് ഫ്ലവേഴ്സ് വരക്കുക, ചെറീസ് വാരിയിടുക, അതൊന്നല്ല ഇപ്പോഴത്തെ കേക്ക്. ഇപ്പം നിറച്ചാൽ ഒരുപാട് ആൾക്കാർ ഫുള്ള് വെറൈറ്റിയാണ്. അതായത് ഫോട്ടോ പ്രിൻറ്റ്, നോൺ എഡിബിൾ ആയിക്കോട്ടെ എഡിബിൾ ആയിക്കോട്ടെ, പല വെറൈറ്റീസിലാണ് ഫോട്ടോ പ്രിൻ്റൊക്കെ വെക്കുന്നത്. അപ്പോൾ ഫോട്ടോ പ്രിൻറ്റിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാം, സൈസ് എങ്ങനെയാണ് ഓരോ കേക്കിനും എങ്ങനെയാണ് സൈസ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ ഫോട്ടോ പ്രിൻറ്റ് എത്ര സൈസിൽ വെച്ചാൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആദ്യം തന്നെ
ഇപ്പോൾ കാണിച്ചിട്ട് കണ്ടില്ലേ, സ്ക്രീപ്പർ ഏത് ലെവലിൽ പിടിക്കണം, ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈൻസ് ഒട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പിടിക്കുന്ന പൊസിഷൻ അതേതാണ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ആ ലെവലിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 സ്ക്രീപ്പിംഗ് ചെയ്യുന്ന ലെവലിൽ തന്നെ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട്, കൂടിപ്പോയ ഒരു 5 മിനിറ്റ് കൊണ്ട് ഷാർപ്പ് എഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും. ഓക്കെ, അല്ലാതെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരല്ല പറയുന്നത്. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ പിടുത്തമാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചില ആൾക്കാർ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല, ചില ആൾക്കാർ അത് കറക്റ്റ് ശ്രദ്ധിക്കും. അത് ശ്രദ്ധിക്കാൻ കുറവിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവരെ പഠിപ്പിക്കും. ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തോ എന്നല്ല, നമ്മളത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഫ്ലോപ്പ് പറ്റുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ കൈ പിടിച്ച് ശരിയാക്കിയിട്ട് കൊടുക്കും. പിന്നെ അവർ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. പിടിക്കുന്ന പൊസിഷൻ, അത് ഐസിങ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, സ്പഞ്ച് കട്ട് ചെയ്യുമ്പോഴായിക്കോട്ടെ, പൊസിഷൻ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കേക്കിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കട്ടിങ്സും കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഐസിങ് കറക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കേക്ക് വെക്കുന്ന സമയത്ത് ബേസിൽ സ്റ്റിഫായിട്ട് നമ്മൾ ട്രാവലിംഗ് ടൈമിൽ കേക്ക് എങ്ങനെ പുറത്തോട്ടേക്ക് പോയി ഡാമേജ് ആവാതെ ശ്രദ്ധിച്ച് കേക്ക് ഡെലിവറി ചെയ്യാം എന്നതൊക്കെ ഈ സമയത്ത് പറയുന്നുണ്ട്. എല്ലാ വോയിസും നമ്മൾ ഇതിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, കേൾപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇത്രയൊന്നും ആയിരിക്കില്ല, ലോങ് ആൻഡ് വീഡിയോസ് ആയി പോകും. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഷോർട്ടാക്കിയിട്ടാണ്, ചുരുക്കിയിട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാം എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ മറക്കണ്ട, നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക. ഞാൻ ഒരുപാട് ലൈക്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോസിന് നല്ല വ്യൂസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അത്യാവശ്യം കേക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോസ് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്രീം കൊടുക്കുന്ന സമയത്ത് സ്പഞ്ചിൽ കൊടുക്കേണ്ട വെറ്റ് ചെയ്യുന്നതിനും അളവ് കൃത്യമുണ്ട്, ഫില്ലിങ്സും കൃത്യമായ ഒരളവുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ആ ഒരു സ്പഞ്ചിനും അളവ് കറക്റ്റായിരിക്കണം. എങ്കിലേ നമ്മളെ കേക്ക് ലെയർ ചെയ്ത് നമ്മൾ ടോളായിട്ടുള്ള കേക്ക് ആയിക്കോട്ടെ, നോർമലായിട്ട് കേക്ക് ആയിക്കോട്ടെ, ഡാമേജ് പറ്റാതെ കറക്റ്റ് ടേസ്റ്റിലും കറക്റ്റ് ടെക്സ്ചറിലും നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫില്ലിങ്സ് ആയിക്കോട്ടെ, വെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിക്കോട്ടെ, സ്പഞ്ച് ആയിക്കോട്ടെ, ക്രീം ലെയർ ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ കറക്റ്റായിരിക്കണം കേട്ടോ. തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ തോന്നിയ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് വരും. അതായത് നമ്മൾ കൊടുക്കുന്ന ഫില്ലിങ്സിലാണ് അതിൻ്റേതായ ടേസ്റ്റ് വരുന്നത്. എന്നാൽ കറക്റ്റ് അളവിലല്ല കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു ടേസ്റ്റ് നല്ല മാറ്റം വരും. അതായത് ഒരേ ഐറ്റംസ് വെച്ചിട്ടായിരിക്കും പല ആൾക്കാരും കേക്ക് ഉണ്ടാക്കുക. അളവുകൾ മാത്രം നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ ചില ആൾക്കാർക്ക് ചില രീതിയിൽ വ്യത്യാസം വരുത്തുന്ന സമയത്ത്, ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒന്ന് മാറ്റം വരുത്തുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റ് നല്ല മാറ്റം വരും. അത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. അതായത് നിങ്ങളോട് നമ്മൾ അളവ് മെഷർമെൻറ്റ് കൃത്യമായിട്ട് പറയും, പക്ഷെ അത് ചേർക്കുന്ന രീതി, ആ ചേർക്കുന്ന സമയത്തിന് വരുന്ന വ്യത്യാസം, അതൊക്കെ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റിനെ മാറ്റിമറിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ സമയത്താണ്, എത്ര അളവിലാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കേക്ക് ചെയ്യേണ്ടത്, ഐസിങ് ചെയ്യേണ്ടത്, ഫില്ലിങ്സ് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്, ഫ്ലവേഴ്സ് ചെയ്യേണ്ടത് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിസ്സാരമായിട്ട് തോന്നിക്കുന്ന, നിങ്ങൾക്ക് നിസ്സാരമല്ലേ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും കേക്കിൻ്റെ കാര്യത്തിൽ നിസ്സാരമായിരിക്കില്ല. കേക്കിൻ്റെ എന്നല്ല, നമ്മൾ ലൈഫിൻ്റെ കാര്യത്തിലായാൽ പോലും നിസ്സാരമായിട്ട് പല ആൾക്കാർക്കും തോന്നുന്ന കാര്യമായിരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നഷ്ടപ്പെടാനും നേടിയെടുക്കാനും പറ്റുന്നത്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പൗഡേഴ്സ് കളേഴ്സാണ്. പൗഡർ കളർ എങ്ങനെയാണ് അത് മിക്സ് ചെയ്യേണ്ടത്, അത് മിക്സിങ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഫ്ലോപ്പ് പറ്റാറുണ്ട്. ആ ഫ്ലോപ്പ് പറ്റാതെ എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. നോർമലി കളേഴ്സ് മിക്സ് ചെയ്യുന്ന സമയത്ത് ജെൽ കളേഴ്സാണ് നമ്മൾ കൂടുതലും ക്രീമിലേക്ക് യൂസ് ചെയ്യാൻ പറയുന്നത്. ലിക്വിഡ് കളേഴ്സ് ക്രീമിൽ യൂസ് ചെയ്യുന്നത് മിക്ക ബേക്കേഴ്സിനും, അതായത് മിക്ക ബിഗിനേഴ്സിനും ഫ്ലോപ്പ് പറ്റാറുണ്ട്. അപ്പോൾ ഡസ്റ്റ് പൗഡർ ആകുമ്പോൾ ആ ഒരു ഫ്ലോപ്പ്നെസ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്ലോപ്പ് ആവാതെ
ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്രീം അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കണം. ഓവർ ബീറ്റ് ആണെങ്കിലും ഓവർ ലൂസ് ആണെങ്കിലും ഒരിക്കലും നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാതെ എടുക്കാൻ പറ്റില്ല. ഓവർ ബീറ്റ് ആണെങ്കിലും നമ്മുടെ ആ ഒരു പെർഫെക്റ്റ് ഉള്ള ആ ഒരു ബീറ്റിങ്ങിൽ നിന്നും ഒരു പൊടിക്ക് കൂടി പോവാം. ഓവർ ബീറ്റ് ആണോ ചോദിച്ചാൽ അല്ല, എന്നാൽ ഒരു പൊടിക്ക് അങ്ങോട്ട് ബീറ്റ് ഓവറായി പോയി കഴിഞ്ഞാൽ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഐസിങ് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയൊരു പൊടിക്ക് ലൂസായി കഴിഞ്ഞാലും ഐസിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ബീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈം വെച്ച് ബീറ്ററിൻ്റെ സ്പീഡ്, ബീറ്റ് ചെയ്യുന്നതിൻ്റെ ടൈം, ബീറ്റർ പിടിക്കുന്ന പൊസിഷൻ, പാത്രം യൂസ് ചെയ്യുന്നതിൻ്റെ രീതി, ഇതൊക്കെ ക്രീമിനും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇതെന്താ ഇതിനും മാത്രമുള്ള ക്ലാസ് എന്ന് ചിന്തിക്കേണ്ട. ആ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓരോ കാര്യങ്ങളും ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിടിക്കുന്നതിൻ്റെ ലെവല്, അതിന് കൃത്യമായ അളവ്, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് സ്ക്രീപ്പർ കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം സ്ക്രീപ്പർ പല വിധത്തിലുണ്ട്. ആ ഓരോ വിധത്തിലുള്ള സ്ക്രീപ്പർ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. ആ രീതിയിൽ തന്നെ നിങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരാൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരാൾക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ചില ഭാഗത്ത് ഒരാൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ചില ഭാഗത്ത് മറ്റേ ആൾക്കാണ് അടിപൊളിയിൽ കിട്ടുന്നത്. അപ്പം കേക്കിൻ്റെ ഓരോ കാര്യങ്ങളും ഫ്ലോപ്പ് പറ്റിയിട്ടും ഓരോ കാര്യങ്ങൾ ഒട്ടും അറിയാതെയും ഉള്ള രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് 2 ടയർ കേക്കിൻ്റെ ലെവലിലോട്ടേക്ക് മാറ്റിയെടുത്തത്. അതായത് നമ്മൾ നോർമലി കേക്കിൽ നിന്ന് തുടങ്ങി 2 ടയർ കേക്കിലോട്ടാണ് അവരെ അവസാനിപ്പിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് പെർഫെക്റ്റ് ആക്കിയിട്ട് ഐസിങ്ങും പെർഫെക്റ്റായിട്ട് ഷാർപ്പ് എഡ്ജും ചെയ്യിച്ച് അവരെ പെർഫെക്റ്റ് ആക്കിയതായിട്ട് എടുക്കുന്നുണ്ട്. അതായത് ഒരാളെ കൊണ്ട് തന്നെ നന്നായിട്ട് ഷാർപ്പ് എഡ്ജ് പഠിപ്പിച്ചെടുക്കും. അത് നന്നായിട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പുറത്ത് അയാളെ കൊണ്ട് മറ്റൊരു രീതിയിൽ ചെയ്യിക്കും. ആരെയും വെറുതെ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. ഓരോ ടൈമും വിലപ്പെട്ടതാണ്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുന്നത്. കാരണം ഒട്ടും വേസ്റ്റ് ആക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ടൈം എന്ന് പറയുന്നത്. ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് ബാക്കി എന്തും കയ്യിൽ നിന്ന് വീണ് പോയാൽ തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്. ആ ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യാതെ, ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നതിന് ഒരു കൃത്യമായ ടൈമുണ്ട്. ആ ടൈം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ അത് പെർഫെക്റ്റായിട്ട് അവർ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓരോ നോസിൽസിൻ്റെ വ്യത്യാസവും, ഓരോ നോസിൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവേഴ്സ് വരയ്ക്കാന്നുള്ളതും, റോസ് ഫ്ലവേഴ്സിന് പെറ്റൽ നോസിലിന് ഒരുപാട് നോസിൽസ് ഉണ്ട്. അതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നോസിൽ ഏതാണെന്ന് കറക്റ്റ് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഫ്ലവേഴ്സ് വരപ്പിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് ഫ്ലവേഴ്സിൻ്റെ ABCD അറിയാത്ത ആൾക്കാരെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള റോസ് ഫ്ലവേഴ്സ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങളും അവർ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും പല രീതിയിലാണ് അവർ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അവരുടെ തെറ്റായ രീതിയിലുള്ള പഠിത്തത്തെ നമ്മളത് ക്ലിയർ ചെയ്ത് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലോട്ടേക്ക് അവരെ മാറ്റിയെടുക്കും. അപ്പോൾ ഒരാളെ ഇപ്പുറത്തുനിന്ന് ഫ്ലവേഴ്സ് വരപ്പിക്കുന്നുണ്ട്, ഒരാളെ അപ്പുറത്തുനിന്ന് ഐസിങ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മുൻപ് ഞാൻ കുറേ പേരെ വെച്ചിട്ട് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാനത് ഒഴിവാക്കി. കാരണം നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. 3-4 പേരാകുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലോട്ടേക്കായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഫ്ലവേഴ്സ് വരക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഇപ്പം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വരക്കുന്ന പൊസിഷൻ അത് കറക്റ്റ് ആക്കിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലുക്കിലാണ് ഫ്ലവേഴ്സ് വരച്ച് പഠിപ്പിക്കുന്നത്. നമ്മൾ ഒറ്റ നോസിൽ വെച്ച് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലും ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ സ്റ്റാർ നോസിലാണ്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് റൊട്ടേഷൻ ചെയ്യുന്നത്, ഒരു റൈറ്റ് സൈഡ് ജസ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനെ വട്ടത്തിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഞ്ഞ് സ്റ്റാർ നോസിൽ, നേരത്തെ വരച്ചിട്ടുള്ളത് വലിയ സ്റ്റാർ നോസിലാണ്, ഇതിപ്പോൾ കുഞ്ഞ് സ്റ്റാർ നോസിലാണ്. ആ ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഫ്ലവേഴ്സ് വരച്ച് ആദ്യം പഠിപ്പിക്കും. കാരണം ഈ ഫ്ലവേഴ്സൊന്നും ഒട്ടും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത് കാണുമ്പോൾ ജസ്റ്റ് റൗണ്ട് ഫ്ലവർ അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ആ ഒരു ഫ്ലവറിനെ പെർഫെക്റ്റ് ആയിട്ട് ലുക്കിലോട്ടേക്ക് മാറ്റാൻ
ആ നോസിലും ആ പൈപ്പിംഗ് ബാഗും പിടിക്കുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, എങ്കിലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചില ആൾക്കാർക്ക് ഈ നോസിൽ വെച്ചിട്ട് തന്നെ പലതവണ ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ടാവാം, പക്ഷേ പിടുത്തം ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലവർ ഒരു രീതിയിലും മറ്റു ഫ്ലവർ വേറൊരു രീതിയിലുമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു ഫ്ലവേഴ്സ് വരച്ച് കഴിഞ്ഞിട്ട് കേക്കിലേക്ക് എങ്ങനെയാണ് ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കാം എന്നാണ് കാണിക്കുന്നത്. കാരണം മുൻപ് ഇതിൻ്റെ ഡിസൈൻ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വാഞ്ചോയുടെ ഡിസൈനിൽ ഈ ഒരു നോസിൽ യൂസ് ചെയ്തിട്ട് പിങ്ക് കളർ കൊടുത്തിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്ലവർ അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ വേറൊരു നോസിൽ വെച്ചിട്ട് വേറൊരു കളർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ബോർഡർ ഡിസൈന്, ഫ്ലവേഴ്സ് ഡിസൈന്, എഡ്ജായിട്ടുള്ള ഡിസൈൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കാണിപ്പിച്ചു കൊടുക്കും. അതിനനുസരിച്ച് ആദ്യം നമ്മൾ കാണിച്ചു കൊടുക്കും, എന്നിട്ട് ഏത് ലെവലിലാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അതിനെ ഫ്ലവേഴ്സിലേക്ക് അവരെ കൊണ്ട് ചെയ്യിക്കും. അപ്പം അവർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പെർഫെക്റ്റായിട്ട് ഇനിയും വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും നമ്മൾ ഫുള്ളും വെറുതെ നമ്മൾ മാത്രം ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അവരുടെ രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഐസിങ് രണ്ടാമത്തെ ആളുടെ ഐസിങ് ആണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ പാലറ്റ് നൈഫ് ഡിസൈന് മുകളിലും താഴെയും ഒക്കെ നമ്മൾ പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അത് ഡീറ്റെയിൽസ് കറക്റ്റ് അത് ഒരാളെ കൊണ്ട് ആവർത്തിച്ച് ചെയ്യിച്ച് അത് പെർഫെക്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് ചില ആൾക്കാർ ചിന്തിക്കാം ഇതെന്താ, പക്ഷെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒട്ടും അറിയാത്ത ആൾക്കാരെയാണ് ഈ രീതിയിലോട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാകുമ്പം അവരുടേതായ രീതിയിലേക്ക് നമ്മൾ മാറി നിന്നിട്ട് വേണം ആ ഒരു രീതിയിൽ ഒരു കൊച്ചു കുട്ടിക്ക് എങ്ങനെയാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് വലിയ ആൾക്കാരായാൽ പോലും അവർക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മൾ നോർമലി ഐസിങ് 2 പേരെ കൊണ്ട് ചെയ്യിച്ചു. പിന്നെ അത് നമ്മൾ വെഡ്ഡിങ് കേക്ക്, ബർത്ത്ഡേ കേക്ക് ആ ഒരു രീതിയിൽ 2 ടയറിനൊട്ടേക്ക് മാറ്റും. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ അവരുടെ ഇഷ്ടത്തിലും അവർക്ക് ഇഷ്ടത്തിലായിട്ടുള്ള പല ഡിസൈൻസും നമ്മൾ പ്ലേറ്റിലും കേക്കിലും ഒക്കെ ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. പലതും നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് വീഡിയോസിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 20 രീതിയിൽ ബോർഡർ വരച്ചിട്ടുള്ള കേക്കും ബോർഡർ എങ്ങനെയാണ്. അപ്പോൾ ഈ നോസിൽസ് വരുന്നത് നമ്മൾ ലീഫ് നോസിലാണ്. ലീഫ് നോസിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഷേക്ക് ചെയ്ത് ആ ഒരു വേവ്സ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് ക്ലാസ് താല്പര്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. സ്ക്രീനിൽ നമ്പർ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ